ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം നല്ല മക്കൾ ഉണ്ടാവുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല ലയർഫഉ അദ്ദറജത ലിൽഅബ്ദി സ്സാലിഹി ഫിൽ ജന്നഹ. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല സാലിഹായ ഒരാൾക്ക് സ്വർഗ്ഗത്തിൽ ധാരാളം പദവികൾ ഉയർത്തിക്കൊടുക്കും. അപ്പോൾ അയാൾ ചോദിക്കും, യാ റബ്ബി അന്ന ലി ഹാദി, അല്ലാഹുവേ എനിക്കെങ്ങനെയാണ് ഇത്ര വലിയ പദവി കിട്ടിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അയാളോട് പറയപ്പെടും, ബിസ്തിഗ്ഫാരി വലദിക ലക, നിന്റെ മക്കൾ നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടിയതുകൊണ്ടാണ്, അവർ നിനക്ക് വേണ്ടി പാപമോചനം ചോദിച്ചതുകൊണ്ടാണ്. എന്റെ വാപ്പാക്ക് പുറത്തു കൊടുക്കണേ, എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചതുകൊണ്ടാണ്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന മക്കളെ ബാക്കി വെക്കുക, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെ ബാക്കി വെക്കുക. പ്രത്യേകം നമ്മൾ കുടുംബ ബന്ധത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളിൽ ഒരു വലിയ പാഠം ഇതിലുണ്ട്. വിഷയവുമായി ബന്ധമില്ലെങ്കിൽ കൂടി ഞാനത് ഓർമ്മപ്പെടുത്തട്ടെ. നമ്മുടെ മക്കൾ, അവരോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ഭാര്യമാർ, അവരോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറാൻ ശ്രദ്ധിക്കുക. കാരണം നാം മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന രണ്ട് വിഭാഗം ഇവരാണ്. ഒന്ന് നമ്മുടെ ഭാര്യമാരാണ്, രണ്ട് നമ്മുടെ മക്കളാണ്. അവർക്കു വേണ്ടി അവരോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുക. കാരണം നീ മരിച്ചു കഴിഞ്ഞാൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധ്യതയുള്ള രണ്ടാളുകൾ ഇവരാണ്. പൊതുവെ ഒരു മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടാവുക, അയാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളെ കുറിച്ച് ഓർക്കുന്നത് ഈ രണ്ടാൾക്കാരായിരിക്കും. ഒന്നല്ലെങ്കിൽ ഭാര്യ, അല്ലെങ്കിൽ മക്കള്. ഈ രണ്ടാളുകളോടും ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുക. കാരണം നീ മരിച്ചു കഴിഞ്ഞാൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടവരാണ് അവർ. പല ആളുകളും ഭാര്യമാരോടുള്ള ദുൽമ്, ഭാര്യമാരോടുള്ള അതിക്രമത്തിന്റെ കാര്യത്തിൽ തീരെ ശ്രദ്ധ കാണിക്കുന്നില്ല. അവർ ധരിക്കുന്നത് അവൾ എന്റെ കീഴിലുള്ളയാളാണ്, അവൾ എന്നെ അനുസരിക്കണം, അവൾ എന്നെ. നീ മരിച്ചു കഴിഞ്ഞാൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടവളാണ് അവൾ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഭാര്യമാരുമായുള്ള ബന്ധത്തിൽ പറഞ്ഞ ആയത്ത് രണ്ട് വാക്കേ ഉള്ളൂ, ഏറ്റവും അർത്ഥവത്തായ രണ്ട് വാക്ക്. വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ അവരോട് നല്ല രൂപത്തിൽ പെരുമാറുക. എന്തെല്ലാം നല്ലതാണോ അതൊക്കെ നീ അവരോട് പെരുമാറ്റത്തിൽ ഉപയോഗിക്കണം. അതാണ് അതിന്റെ അർത്ഥം. വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് നല്ല രൂപത്തിൽ പെരുമാറുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നിന്റെ നാട്ടിൽ നല്ലത് എന്ന് നീ പറയാവുന്ന എന്തെല്ലാം കാര്യമുണ്ടോ അതൊക്കെ നിന്റെ ഭാര്യയ്ക്ക് നീ കൊടുക്കണം. അങ്ങനെ നീ നിന്റെ ഭാര്യയോട് പെരുമാറണം. അത് ഈ പറഞ്ഞ രൂപത്തിൽ നമുക്ക് നാളെ ഉപകാരപ്പെടാനുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് സുബ്ഹാനല്ലാഹ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്ന് ഭാര്യയും മക്കളുമായുള്ള ബന്ധമാണ്. കാരണം അതിൽ നമുക്ക് തകർച്ച വന്നു കഴിഞ്ഞാൽ ധാരാളം മവാലിമുകൾ, ധാരാളം അതിക്രമങ്ങൾ നമ്മുടെ മുതുകിൽ പേറിക്കൊണ്ടായിരിക്കും നമ്മൾ പോവുക. കാരണം ഭാര്യ എന്നാൽ നമ്മളോടൊപ്പം ജീവിക്കുന്നവളാണ്. നമ്മുടെ ഓരോ പെരുമാറ്റങ്ങളും നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടാനുള്ളതാണ്. അതിലെ മവാലിമുകൾ, അതിലുണ്ടാകുന്ന അതിക്രമങ്ങൾ പലതും നമ്മൾ ചിലപ്പോൾ അവളോട് മാപ്പ് ചോദിച്ചു കൊള്ളണമെന്നില്ല. മക്കൾ, അതുകൊണ്ട് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. അവരുമായുള്ള ബന്ധങ്ങളിൽ ദുൽമുണ്ടാകരുത്, അതിക്രമമുണ്ടാകരുത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അതിക്രമങ്ങൾ 3 രൂപത്തിലുണ്ട്. ഒന്ന് ഒരാൾ സ്വന്തത്തോട് ചെയ്യുന്നത്, അത് അള്ളാഹു നിനക്ക് പുറത്തു തന്നേക്കാം അവൻ ഉദ്ദേശിച്ചാൽ. 2 ഒരാൾ മറ്റൊരാളോട് ചെയ്യുന്ന അതിക്രമം, അത് അയാൾ പുറത്തു നൽകാതെ അള്ളാഹു ഒരിക്കലും നിനക്ക് വിട്ടുതരികയില്ല. പരലോകമാകട്ടെ, അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താണ് മനുഷ്യന്റെ അവസ്ഥ? യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി. പരലോകത്ത് മനുഷ്യർ അവന്റെ വാപ്പയെ ഇട്ടേച്ചു പോകും, ഉമ്മയെ ഇട്ടേച്ചു പോകും, മക്കളെ ഇട്ടേച്ചു പോകും, സഹോദരനെ ഇട്ടേച്ചു പോകും. അതുകൊണ്ട് ദുനിയാവിൽ തീർക്കേണ്ടത് ദുനിയാവിൽ തീർക്കുക. അതുകൊണ്ട് സഹോദര, ഈ 2 വിഭാഗം, പ്രത്യേകിച്ച് പുരുഷന്മാരോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, നമ്മുടെ ദാമ്പത്യ ബന്ധം ഏറ്റവും ശരിയാക്കണം. ഇല്ലെങ്കിൽ ധാരാളം മവാലിമുകൾ, ധാരാളം അതിക്രമങ്ങൾ ഏടുകളിൽ എഴുതി വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ മരിച്ചു പോവുക. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു പണ്ഡിതനെ കുറിച്ച് ഒരിക്കൽ പറയപ്പെട്ട ഒരു സംഭവം സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹം ഒരിക്കൽ ഒരു ദർസിലേക്ക് വന്നു.
ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ ചെറിയ കുട്ടി മുന്നിൽ വന്നു പെട്ടു. അപ്പൊ പെട്ടെന്ന് മുന്നിലേക്ക് ചാടിയതുകൊണ്ട് അദ്ദേഹത്തിന്റെ കാല് ആ കുട്ടിയുടെ മേൽ തട്ടി. അദ്ദേഹം ആ കുട്ടിയുടെ അടുക്കലിരുന്ന്, നീ എനിക്ക് പുറത്തു തരണം, എനിക്കറിയാതെ പറ്റിയതാണ്, എന്റെ അടുക്കൽ സംഭവിച്ച അബദ്ധമാണ് എന്ന് ആ കുട്ടിയുടെ അടുക്കൽ നിന്ന് മാപ്പ് സ്വന്തം മകന്റെ അടുക്കൽ നിന്ന് മാപ്പ് വാങ്ങിച്ചതിന് ശേഷമാണ് അയാൾ മറ്റു കാര്യങ്ങളിലേക്ക് തിരിഞ്ഞത്. പല ആളുകളും മക്കളോട് ചെയ്യുന്ന ദുൽമുകളിൽ മാപ്പ് ചോദിക്കുക എന്ന ഒരു കാര്യമേ ഇല്ല. അവർ എന്ത് നമ്മുടെ ദുൽമാണെങ്കിൽ സഹിക്കണം എന്ന രൂപത്തിൽ പെരുമാറുന്ന ആളുകളുണ്ട്. ഒരിക്കലും പാടില്ല. മക്കളാണെങ്കിലും നാളെ മക്കളോടുള്ള ബാധ്യതകളുണ്ട്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കുടുംബവുമായുള്ള ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന തെറ്റുകൾ അത് പൊറുക്കാൻ നിസ്കാരവും നോമ്പും അംറും ബിൽ മഅറൂഫും നഹ്യും അനിൽ മുൻകറും വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞത്. നിസ്കാരം, നോമ്പ്, അതുപോലെ തന്നെ സദഖ, അംറും ബിൽ മഅറൂഫ് നഹ്യ് അനിൽ മുൻകർ, ഈ 4 കാര്യങ്ങൾ അത് നമ്മുടെ ഇത്തരം ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അള്ളാഹു പുറത്തു നൽകാൻ കാരണമാക്കുന്ന കാര്യങ്ങളാണ്. സഹോദര, സ്വർഗത്തിന്റെ ഉന്നതികൾ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിന്റെ മക്കളോട് നീ നല്ല രൂപത്തിൽ പെരുമാറുക. അവരെ നിനക്ക് ഇസ്തിഗ്ഫാർ തേടുന്ന ഒരു വിഭാഗമാക്കി നീ മാറ്റിവെക്കുക. എന്നാലോചിച്ചു, ഒരാൾ 10 മക്കളുണ്ട് നീ ആയിരിക്കാം, അയാൾ 80 വയസ്സിൽ മരിച്ചു. മിക്ക മക്കളും 20ഓ 30ഓ വയസ്സിലുള്ള ആളുകളാണെന്ന് വിചാരിക്കുക. അവർ ഒരു 20 കൊല്ലം ജീവിച്ചാൽ 20 കൊല്ലം അയാൾ മരിച്ചതിന് ശേഷം അയാൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്ന 10 മക്കളുണ്ട്. എന്തു വലിയ നേട്ടമാണ്. ഒരു മകനുണ്ട് എന്ന് വിചാരിക്കുക, 20 കൊല്ലം അയാൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടുന്ന ഒരു മകനെ അയാൾ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര വലിയ സമ്പാദ്യം ബാക്കി വെച്ചുകൊണ്ടാണ് അയാൾ പോയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ മക്കളോടുള്ള പെരുമാറ്റം നാം ഈ തരത്തിൽ ശ്രദ്ധിക്കണം. പല ആളുകളും ഈ ഹദീസ് പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ടില്ലേ നീ നന്നായിട്ടില്ലെങ്കിൽ എന്താ ചെയ്യാ എന്നൊക്കെ പറഞ്ഞ് ചൂടാവണേ. ഇതിൽ യഥാർത്ഥത്തിൽ പിതാവിനോടുള്ള ഉപദേശമാണ് ഈ ഹദീസ് ഉൾക്കൊള്ളുന്നത്. മക്കളോടുള്ള ഉപദേശം പോലെ തന്നെ പിതാവിനോടുള്ള ഉപദേശം ഈ ഹദീസിലുണ്ട്. ഒരു മനുഷ്യൻ നല്ല മക്കളെ വിട്ടേച്ചു പോയാൽ അയാൾക്ക് പദവികൾ ധാരാളം ഉയർത്തപ്പെടും. കാരണം നമ്മുടെ മക്കളാണ് അടുത്ത സമൂഹം, അടുത്ത തലമുറ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാണ്. ശരി സഹോദര, ഇതൊക്കെ സ്വർഗത്തിൽ ലഭിക്കാനിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ ചിലത് മാത്രമാണ്. എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടില്ല. അവിടുന്ന് അറിയിച്ച ചില കാര്യങ്ങൾ തന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ്. സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കുന്നവരെ കുറിച്ച് നാം പറഞ്ഞു. സ്വർഗത്തിൽ അവസാനം പ്രവേശിക്കുന്ന ആളുകളുണ്ട്. അവസാനമായി സ്വർഗത്തിൽ കയറുന്ന ചില ആളുകളുണ്ട്. ചില മുഅ്മിനീങ്ങൾ അവർ നരകത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നീട് അതിൽ നിന്ന് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടും. അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരപ്പെടുകയും അങ്ങനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യും. അവരെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുദീർഘമായ ഹദീസിൽ അറിയിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, യബ്ഖാ റജുലുൻ ബൈനൽ ജന്നതി വന്നാർ, ഒരു മനുഷ്യൻ അയാൾ സ്വർഗത്തിനും നരകത്തിനും ഇടയിൽ ബാക്കിയാകും. വഹുവ ആഖിറു അഹ്ലിൻ നാരി ദുഖൂലനിൽ ജന്നഹ്, അവസാനം സ്വർഗത്തിൽ പ്രവേശിക്കുന്നയാൾ അയാളാണ്. അയാൾ മുഖ്ബിലുൻ ബിവജ്ഹിഹി ഖിബലൻ നാർ, നരകത്തിന്റെ ഭാഗത്തേക്ക് മുഖം തിരിച്ചുകൊണ്ടാണ് അയാൾ നിൽക്കുന്നത്. നരകത്തിൽ നിന്ന് വളരെ പ്രയാസപ്പെട്ട് നരകത്തിന്റെ തിരമാലകളിൽ വീണും മറിഞ്ഞും വളരെ പ്രയാസപ്പെട്ടാണ് അയാൾ നരകത്തിൽ നിന്ന് പുറത്തു കടന്നത്. എന്നിട്ട് അയാൾ നരകത്തിന്റെ ഭാഗത്തേക്ക് നോക്കിയാണ് നിൽക്കുന്നത്. സ്വർഗം അയാളുടെ പിന്നിലാണ്, നരകം അയാളുടെ മുൻപിലുണ്ട്. അയാൾ പറയും, യാ റബ്ബി ഇസ്റിഫ് വജ്ഹി അനിൻ നാർ, അല്ലാഹുവേ എന്റെ മുഖം നീ നരകത്തിന്റെ ഭാഗത്ത് നിന്നൊന്ന് തിരിച്ചു നൽകണം. ഖദ് ഖശബനി റീഹുഹാ വഅഹ്റഖനി ദകാഉഹാ, നരകത്തിലെ കാറ്റ് അത് എന്നെ കരിച്ചു കളഞ്ഞിരിക്കുന്നു, അത് എന്നെ നശിപ്പിച്ചിരിക്കുന്നു, എന്റെ ശരീരത്തിൽ വിഷം പുരട്ടുന്നുണ്ട്. നരകത്തിന്റെ കാറ്റ്. വഅഹ്റഖനി ദകാഉഹാ, അതിന്റെ ചൂട് എന്നെ കരിച്ചു കളയുന്നു. ഫയഖൂൽ, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറയും, ഹൽ അസൈത ഇൻ ഫുഇല ദാലിക ബിക അൻ തസ്അല ഗൈറ ദാലിക, നിനക്ക് അത് നൽകിയാൽ, നീ ചോദിക്കുന്നത് നൽകിയാൽ, നരകത്തിൽ നിന്നും എന്റെ മുഖം തിരിച്ചു നിർത്തിയാൽ പിന്നെ നീ വല്ലതും എന്നോട് ചോദിക്കുമോ, മറ്റെന്തെങ്കിലും കാര്യം? അപ്പോൾ അയാൾ പറയും, ലാ വഇസ്സതിക,
അല്ലാഹുവേ നിന്റെ പ്രതാപം തന്നെ സത്യം, ഞാൻ ഇനി ഒന്നും ചോദിക്കുകയില്ല. ഫയുഅ്തില്ലാഹ മാ യശാഉ മിൻ അഹ്ദിൻ വമീസാഖ്. അങ്ങനെ അയാൾ ധാരാളക്കണക്കിന് കരാറുകളും ഉടമ്പടികളും അള്ളാഹുവിന് നൽകും. ഞാൻ അങ്ങനെ ചെയ്യാം, ഒരിക്കലും ചോദിക്കുകയില്ല. അള്ളാഹു ഉദ്ദേശിക്കുന്നത്ര കരാറുകൾ അയാൾ അള്ളാഹുവുമായി നൽകും, അള്ളാഹുവുമായി നടത്തും. ഫയസ്രിഫുല്ലാഹു വജ്ഹഹു അനിന്നാർ. അങ്ങനെ അള്ളാഹു അയാളുടെ മുഖം നരകത്തിൽ നിന്ന് തിരിച്ചു വെക്കും. ഫഇദാ അഖ്ബല ബിഹി അലൽ ജന്നഹ് റഅ ബഹജതഹാ. അങ്ങനെ അയാൾ സ്വർഗത്തിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കും. അപ്പോൾ അയാൾ സ്വർഗത്തിന്റെ ഭംഗി, അതിന്റെ മനോഹാരിത അയാളുടെ കണ്ണുകൊണ്ട് കാണും. അങ്ങനെ അയാൾ അത് കണ്ടു കഴിഞ്ഞാൽ സകത മാ ഷാ അല്ലാഹു അൻ യസ്കുത്. അല്ലാഹു ഉദ്ദേശിക്കുന്നത് വരെ അയാൾ മിണ്ടാതിരിക്കും, അയാൾ നിശബ്ദനായിരിക്കും. ثم قال, എന്നിട്ട് അയാൾ ചോദിക്കും, യാ റബ്ബി ഖദ്ദിംനി ഇൻദ ബാബിൽ ജന്ന. അല്ലാഹുവേ എന്നെ നീ സ്വർഗത്തിന്റെ വാതിലിന്റെ അടുക്കൽ അവിടേക്കൊന്ന് നിർത്തണം. ഫയഖൂലു അല്ലാഹു ലഹ്. അപ്പോൾ അല്ലാഹു അയാളോട് പറയും, അലൈസ ഖദ് അഅതൈതൽ ഉഹൂദ വൽ മീസാഖ്. നീ ഞാനുമായി ധാരാളം കരാറുകൾ നൽകിയ ആളല്ലേ. അല്ലാ തസ്അല ഗൈറ അല്ലദീ കുൻത സഅൽത. കുറച്ചു മുൻപ് നീ ചോദിച്ചതല്ലാതെ മറ്റൊന്നും ചോദിക്കുകയില്ല എന്ന് നീ എനിക്ക് വാക്ക് നൽകിയതല്ലേ. ഫയഖൂലു യാ റബ്ബി ലാ അകൂനു അഷ്ഖാ ഖൽഖിക്. അല്ലാഹുവേ നിന്റെ അടിമകളിൽ ഏറ്റവും നിർഭാഗ്യവാനായി നീ എന്നെ മാറ്റരുത്. സുബ്ഹാനല്ലാഹ്, അയാൾ നരകത്തിൽ നിന്ന് പുറത്തു കടന്നിട്ടേ ഉള്ളൂ. അയാൾ അല്ലാഹുവിനോട് പറയുന്നത് എന്താണ്? യാ റബ്ബി ഹത്താ ലാ അകൂന അഷ്ഖാ ഖൽഖിക്. അല്ലാഹുവേ നിന്റെ സൃഷ്ടികളിൽ ഏറ്റവും നിർഭാഗ്യവാനായി ഞാൻ മാറാതിരിക്കുന്നതിനു വേണ്ടി ഒന്ന് സ്വർഗത്തിന്റെ അടുക്കലൊന്ന് എത്തിക്കാൻ എനിക്ക് നീ അവസരം നൽകണം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളോട് പറയും, ഫമാ അസൈത ഇൻ ഉഅതീത ദാലിക അല്ലാ തസ്അല ഗൈറഹ. ഞാൻ ഇത് നിനക്ക് നൽകിയാൽ ഇനി മറ്റു വല്ലതും നീ എന്നോട് ചോദിക്കുമോ? ഫയഖൂലു ലാ വഇസ്സതിക്. അയാൾ പറയും, അല്ലാഹുവേ നിന്റെ പ്രതാപം തന്നെ സത്യം, ഞാൻ ഇനിയൊന്നും ചോദിക്കുകയില്ല. ലാ അസ്അലു ഗൈറ ദാലിക. ഇതല്ലാതെ ഇനിയൊന്നും ഞാൻ ചോദിക്കുകയില്ല. ഫയുഅതി റബ്ബഹു മാ ശാഅ മിൻ അഹ്ദിൻ വമീസാഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അയാൾ ഉദ്ദേശിക്കുന്നത്ര കരാറുകൾ ചെയ്യും അല്ലാഹുവുമായി. ഫയുഖദ്ദിമുഹു ഇലാ ബാബിൽ ജന്ന. അങ്ങനെ അയാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിന്റെ വാതിലിന്റെ അരികിലേക്ക് നിർത്തും. ഫഇദാ ബലഗ ബാബഹാ ഫറഅ സഹറതഹാ വമാ ഫീഹാ മിനൻ നദ്റതി വസ്സുറൂർ. സ്വർഗ്ഗത്തിന്റെ വാതിലിന്റെ അരികിൽ നിന്നാൽ ആ സ്വർഗ്ഗത്തിന്റെ ഉള്ളിലുള്ള സന്തോഷം അയാൾ കണ്ടു കഴിഞ്ഞാൽ, അതിന്റെ ഉള്ളിലുള്ള ആളുകൾ അനുഭവിക്കുന്ന നന്മകൾ അയാൾ കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് ക്ഷമിക്കാൻ സാധിക്കുകയില്ല. ഫയസ്കുതു മാ ഷാ അല്ലാഹു അൻ യസ്കുത്. അല്ലാഹു ഉദ്ദേശിക്കുന്നത് വരെ അയാൾ മിണ്ടാതിരിക്കും. ഫയഖൂലു യാ റബ്ബി അദ്ഖിൽനിൽ ജന്ന. അങ്ങനെ അയാൾ പറയും, അല്ലാഹുവേ നീ എന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കണം. അയാൾ നരകത്തിൽ നിന്ന് തിരിഞ്ഞു നിന്നു. ചില റിവായത്തുകളിൽ ഇതിനേക്കാൾ സുദീർഘമായി വന്നതായി കാണാം. സ്വർഗത്തിന് മുന്നിലുള്ള മരത്തിന്റെ അരികിൽ അയാൾ നിൽക്കും. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് സ്വർഗത്തിന്റെ വാതിലിൽ എത്തിക്കഴിഞ്ഞാൽ അയാൾ അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ നീ എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, വൈഹക യബ്ന ആദം മാ അഗ്ദറക. മനുഷ്യ, നീ എത്ര വലിയ വഞ്ചകനാണ്, നിനക്ക് നാശമുണ്ടാകട്ടെ. നീ എത്ര വലിയ വഞ്ചകനാണ്, എത്രമാത്രം വലിയ കരാറുകളാണ് നീ ഞാനുമായി നടത്തിയത്. അലൈസ ഖദ് അഅതൈതൽ ഉഹൂദ വൽ മീസാഖ് അല്ലാ തസ്അല ഗൈറ അല്ലദീ ഉഅതീത. നിനക്കിപ്പോൾ നൽകിയതല്ലാതെ മറ്റൊന്നും നീ ചോദിക്കുകയില്ല എന്ന് നീ എന്നോട് പറഞ്ഞതല്ലേ. അപ്പോൾ അയാൾ പറയും, യാ റബ്ബി ലാ തജഅൽനി അഷ്ഖാ ഖൽഖിക. അല്ലാഹുവേ നീ എന്നെ ഒരിക്കലും നിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ദൗർഭാഗ്യവാനാക്കി മാറ്റരുത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫയൽഹഖു അല്ലാഹു അസ്സ വജല്ല മിൻ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളോട് ചിരിക്കും. ثم يأذن له في دخول الجنة. പിന്നീട് അയാൾക്ക് അല്ലാഹു സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ അനുമതി നൽകും. എന്നിട്ട് പ്രവേശിക്കുന്നതിന് മുൻപ് അയാളോട് അല്ലാഹു പറയും, തമന്ന, നീ ആഗ്രഹിച്ചുകൊള്ളുക. ഫയതമന്ന حتى إذا قطع أمنيته قال الله عز وجل من كذا وكذا. അയാളോട് അല്ലാഹു പറയും, നീ ആഗ്രഹിച്ചുകൊള്ളുക. അങ്ങനെ അയാൾ പറയും, ഇത് വേണം, ഇത് വേണം. അയാൾ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും.
അങ്ങനെ അയാളുടെ ആഗ്രഹങ്ങൾ അവസാനിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അയാളോട് പറയും, ഖദാ, നിനക്കിത് വേണ്ടേ, നിനക്കിത് വേണ്ടേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. അഖ്ബല യുദക്കിറുഹു റബ്ബു, അവന്റെ റബ്ബ് അവനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. ഹത്താ ഇദാ ഇൻതഹത് ബിഹിൽ അമാനി, അങ്ങനെ അവന്റെ ആഗ്രഹങ്ങളെല്ലാം അവസാനിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളോട് പറയും, ലകദാലിക വമിസ്ലുഹു മഅ, നിനക്ക് നീ ചോദിച്ചതെല്ലാം ഉണ്ട്, അതിനോടൊപ്പം അതിന്റെ ഇരട്ടിയുമുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളോട് പറയും. ചില റിവായത്തുകളിൽ കാണാം, അങ്ങനെ അയാൾ സ്വർഗത്തിന്റെ ഉള്ളിലേക്ക് പോകും. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ സ്വർഗത്തിന്റെ ഉള്ളിലേക്ക് പോകും. അവിടെ പോയി കഴിഞ്ഞാൽ അയാൾക്ക് കയറാൻ ഒരു സ്ഥലം പോലും ബാക്കിയുള്ളതായി അയാൾ കാണുകയില്ല. എല്ലായിടത്തും ആളുകൾ നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, സ്ഥലമില്ല, തീർത്തും സ്ഥലമില്ല. അങ്ങനെ അയാൾ തിരിച്ചു വരും. അള്ളാഹുവിന്റെ അടുക്കൽ വന്ന് പറയും, യാ റബ്ബി അഖദന്നാസു മനാസിലഹും, അള്ളാഹുവെ, ജനങ്ങൾ അവരുടെ സ്ഥാനങ്ങൾ എടുത്തു കഴിഞ്ഞിരിക്കുന്നു, എനിക്കവിടെ സ്ഥലം കാണുന്നില്ല. അള്ളാഹു പറയും, നീ തിരിച്ചു പോവുക, നിനക്ക് നീ ചോദിച്ചതും അതിന്റെ 10 ഇരട്ടിയുമുണ്ട്. അയാൾ വീണ്ടും തിരിച്ചു പോകും, സ്വർഗം നിറഞ്ഞതായി കാണും, വീണ്ടും തിരിച്ചു വരും. അങ്ങനെ 3ാമത്തെ തവണ അയാൾ പറയും, അള്ളാഹുവെ, നീ അങ്ങേയറ്റം പ്രതാപവാനാണ്, നീ അങ്ങേയറ്റം ഇസ്സത്തുള്ളവനാണ്, ഏറ്റവും താഴ്ന്നവനായ ഈ അടിമയെ നീ പരിഹസിക്കുകയാണോ? അപ്പോൾ അള്ളാഹു അയാളോട് ചിരിക്കും. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളോട് പറയും, നിനക്ക് ദുനിയാവും അതിന്റെ 10 ഇരട്ടിയുമുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളോട് പറയും. അവസാനമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്നയാളാണ് ഇയാൾ. സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ള നിഅമത്തുകൾ എത്ര വലുതാണ്. ഈ ഹദീസ് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്ന മറ്റൊരു കാര്യമുണ്ട് സഹോദര, അതാണ് പലപ്പോഴും ഓർമ്മിക്കേണ്ട കാര്യങ്ങളിൽ ഏറ്റവും വലുത്. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ സ്വർഗത്തെക്കുറിച്ച് പറയേണ്ടത് നരകത്തെക്കുറിച്ച് കൂടി പറഞ്ഞുകൊണ്ടാണ്. സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ ഒപ്പം നരകം കേൾക്കേണ്ടതുണ്ട്, ഒപ്പം നരകം എന്താണെന്ന് അറിയേണ്ടതുണ്ട്. എങ്കിലാണ് നാം രക്ഷപ്പെടേണ്ടത് എത്രമാത്രം ഗൗരവമുള്ള കാര്യത്തിൽ നിന്നാണ്, നാം പ്രവേശിക്കേണ്ടത് എത്രമാത്രം വലിയ നിഅമത്തുള്ള കാര്യത്തിലേക്കാണ് എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. നീ ചിന്തിച്ചിട്ടുണ്ടോ, അവസാനമായി അയാൾ ആ നരകത്തിൽ നിന്ന് കയറി പുറത്തേക്ക് വരുമ്പോൾ, അയാൾ കയറിക്കഴിഞ്ഞാൽ, അയാൾ പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നരകത്തിന്റെ ആ വാതിൽ എന്നേക്കുമായി അടക്കപ്പെടും. പിന്നെ അതിൽ നിന്ന് ഒരാളും പുറത്തേക്ക് വരികയില്ല, പിന്നെ അതിൽ നിന്ന് ഒരാളും രക്ഷപ്പെടുകയില്ല, പിന്നെ അതിൽ നിന്ന് ഒരാളും ഒരിക്കൽ പോലും സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുകയോ കാണുകയോ ഇല്ല. കാലാകാലം നരകമാണ്. റസൂലുള്ളാഹിയുടെ ഹദീസിൽ വന്നതുപോലെ സ്വർഗക്കാർക്കും നരകക്കാർക്കും ഇടയിൽ മരണത്തെ ഒരു ആടിന്റെ രൂപത്തിൽ കൊണ്ടുവരും. എന്നിട്ട് പറയും, യാ അഹ്ലൽ ജന്ന, സ്വർഗക്കാരെ, ഹൽ തഅരിഫൂന ഹാദാ, നിങ്ങൾക്ക് ഇയാളെ അറിയുമോ? അവർ പറയും, ഹാദാ മൗത്ത്, ഇത് മരണമാണ്. നരകക്കാരോടും അതുപോലെ ചോദിക്കും. അങ്ങനെ രണ്ടുപേരും അത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മുന്നിൽ വെച്ച് ആ മരണത്തെ അറുത്തു കളയും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വിളിച്ചു പറയാൻ കൽപ്പിക്കും, യാ അഹ്ലൽ ജന്നതി ഖുലൂദ് ലാ മൗത്ത്, സ്വർഗക്കാരെ, ഇനി കാലാകാലം ഇവിടെ തന്നെ, മരണമില്ല. വയാ അഹ്ലൻ നാരി ഖുലൂദ് ഫലാ മൗത്ത്, നരകക്കാരെ, നിങ്ങൾക്കും ഇവിടെ കാലാകാലം തന്നെ, ഫലാ മൗത്ത്, ഇനി മരണമില്ല. സുബ്ഹാനല്ലാഹ്, ഒരിക്കൽ പോലും അവർ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. അവസാനമില്ലാത്ത കാലത്തോളം ആ നരകത്തിൽ തന്നെയാണ് അവർ. റഹ്മാനായ റബ്ബിന്റെ റഹ്മത്ത് ഒരു കണിക പോലും ആസ്വദിക്കാൻ കഴിയാതെ അവർക്ക് നൽകപ്പെടുന്ന ഏറ്റവും കഠിനമായ ശിക്ഷകൾ അനുഭവിച്ചുകൊണ്ട് ഓരോ ദിവസവും ശിക്ഷ വർദ്ധിപ്പിക്കുന്ന രൂപത്തിൽ. സുബ്ഹാനല്ലാഹ്, ആരാണവർ? ആരാണ് ഈ നരകത്തിൽ കാലാകാലം കഴിയുന്ന ആളുകൾ? അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചവർ, അള്ളാഹു ഇല്ല എന്ന് പറഞ്ഞ ആളുകൾ, അള്ളാഹുവിന്റെ ദീനിനെ നിഷേധിച്ച ആളുകൾ, റസൂലുള്ളാഹിയെ പരിഹസിച്ച ആളുകൾ, ദീനിനെ കളിയാക്കിയ ആളുകൾ, അള്ളാഹുവിന്റെ ദീനിനെ, അതിന്റെ നിയമങ്ങളെ തീർത്തും കാറ്റിൽ പറത്തിയ ആളുകൾ, ശിർക്ക് ചെയ്ത ആളുകൾ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചവർ, ബദരീങ്ങളോട് തേടിയവർ, ഉഹദീങ്ങളുടെ മേൽ തവക്കുൽ ചെയ്തവർ. സുബ്ഹാനല്ലാഹ്, അവരാണവർ. ആ നരകത്തിൽ കിടക്കുന്ന ആളുകൾ ഇവരാണ്. സഹാബികളെ കുറിച്ച് പറയപ്പെട്ട ചരിത്രങ്ങളിലൊന്ന്, അവർ അവരുടെ കുടുംബക്കാരെ കാണുന്ന സന്ദർഭത്തിൽ, ഇസ്ലാം സ്വീകരിക്കാത്ത അവരുടെ കുടുംബക്കാരെ കാണുമ്പോൾ അവരുടെ മനസ്സിൽ നിറഞ്ഞിരുന്ന ചിത്രം ഇതായിരുന്നു: ഈ മനുഷ്യൻ മരിച്ചുപോയാൽ, വിഗ്രഹങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവസ്ഥയിൽ മരിച്ചുപോയാൽ
അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവസ്ഥയിൽ മരിച്ചുപോയാൽ ഇവൻ ഇനി ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കില്ല. അതാണ് അവരെ കാണുമ്പോൾ അവരുടെ മനസ്സിൽ ഓർമ്മ വരുന്നത്. ഒരു കാഫിറിനെ കാണുമ്പോൾ, ഒരു മുശ്രിക്കിനെ കാണുമ്പോൾ, ഒരു സിന്ദീഖിനെ, നിരീശ്വരവാദിയെ കാണുമ്പോൾ അവരുടെ മനസ്സിൽ നിറയുന്ന വികാരം ഇതാണ്. ഇനി ഒരിക്കലും ഇവൻ സ്വർഗത്തിലേക്കില്ല, ഇവൻ ഇപ്പോൾ മരിക്കുകയാണെങ്കിൽ. അതാണ് ശിർക്കിന്റെ ഗൗരവം. അത് ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്തുകൊണ്ട് റബ്ബി ജുനുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം എന്ന് പ്രാർത്ഥിച്ചു എന്ന്. അല്ലാഹുവേ, എന്നെയും എന്റെ മക്കളെയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് നീ അകറ്റി നിർത്തണമേ. എന്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ നിന്റെ ദീനിൽ എന്നെ ഉറപ്പിച്ചു നിർത്തണമേ എന്ന് റസൂലുള്ള എന്തുകൊണ്ട് പ്രാർത്ഥിച്ചു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് സഹോദര, ഈ പറഞ്ഞ അർത്ഥം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അവസാനത്തെ ആൾ സ്വർഗത്തിൽ പോകുമ്പോൾ അയാൾ പോകുന്നത് നോക്കിയിരിക്കുന്ന അങ്ങേയറ്റം നിരാശയടയുന്ന ചില ആളുകൾ ആ നരകത്തിലുണ്ട്. ഇനി ഒരിക്കലും ആ വാതിൽ തുറക്കപ്പെടുകയില്ല എന്ന ഉറച്ച ബോധ്യമുള്ള ആളുകൾ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ മുഅ്മിനീങ്ങൾ അവർ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് അവിടെ അങ്ങേയറ്റം അനുഗ്രഹങ്ങളുണ്ട്. അതെല്ലാം അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അവരെ കാത്തിരിക്കുന്ന വലിയ ഒരു അനുഗ്രഹം ഇനി ബാക്കിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദഖല അഹ്ലുൽ ജന്നത്തിൽ ജന്ന, സ്വർഗത്തിലുള്ള ആളുകൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ യഖൂലുല്ലാഹു തബാറക വതആല തുരീദൂന ഷൈഅൻ അസീദുക്കും, അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗക്കാരോട് ചോദിക്കും, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഞാൻ വർദ്ധിപ്പിച്ചു നൽകണമോ? ഈ കേട്ടത് അത്രയും അല്ലാഹു നൽകിയിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു അവരോട് ചോദിക്കും, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വർദ്ധിപ്പിച്ചു നൽകേണ്ടതുണ്ടോ? അപ്പോൾ അവർ പറയും, അലം തുബയ്യിദ് വുജൂഹന, അല്ലാഹുവേ നീ ഞങ്ങളുടെ മുഖങ്ങൾ പ്രകാശമുള്ളതാക്കിയില്ലേ? വഅലം തുദ്ഖിൽനൽ ജന്ന, നീ ഞങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചില്ലേ? വതുനജ്ജിന മിനൻ നാർ, നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിച്ചില്ലേ? ഇനി എന്താണ് കൂടുതൽ നൽകാനുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫയക്ഷിഫുൽ ഹിജാബ്, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മറയെടുത്ത് നീക്കും. ഫമാ ഉഅതു ഷൈഅൻ അഹബ്ബ ഇലൈഹിം മിനൻ നദറി ഇലാ റബ്ബിഹിം അസ്സ വജൽ, അവർക്ക് അല്ലാഹുവിനെ കാണുക എന്നതിനേക്കാൾ മനോഹരമായ, അതിനേക്കാൾ ഇഷ്ടമുള്ള, അതിനേക്കാൾ സന്തോഷമുണ്ടാക്കുന്ന മറ്റൊരു കാര്യവും അവർക്ക് നൽകപ്പെടുകയില്ല. അല്ലാഹുവിനെ കാണുക എന്നതിനേക്കാൾ. നിന്റെ റബ്ബ്, അവനു വേണ്ടിയാണ് നീ വിയർത്തത്, അവനു വേണ്ടിയാണ് നീ നടന്നത്, അവനു വേണ്ടിയാണ് നീ കിടന്നത്, അവനു വേണ്ടിയാണ് നീ ഇരുന്നത്, അവനു വേണ്ടിയാണ് നീ ജീവിച്ചത്, അവനു വേണ്ടിയാണ് നീ മരിച്ചത്. നീ ഇന്നുവരെ അവനെ കണ്ടിട്ടില്ല. അള്ളാഹു ഉണ്ട് എന്ന് നീ വിശ്വസിച്ചിട്ടുണ്ട്, നീ ഇന്നുവരെ അള്ളാഹുവിനെ കണ്ടിട്ടില്ല. അള്ളാഹു നിന്റെ കൽബിൽ നിന്നെക്കാൾ വലുതായി എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അവന്റെ ദീൻ, ദുനിയാവും അതിലുള്ളതിനേക്കാളും എല്ലാം നിനക്ക് ഏറ്റവും വലിയ നിഅമത്തായി മാറിയിട്ടുണ്ട്. ആ റബ്ബിനെ നീ കണ്ടിട്ടില്ല. അവനു വേണ്ടിയാണ് നീ സുജൂദുകളിൽ വീണത്, അവനു വേണ്ടിയാണ് നീ നിസ്കരിച്ചത്, അവനു വേണ്ടിയാണ് നീ എല്ലാം ചെയ്തത്. ഇന്ന സലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്റെ നിസ്കാരം അള്ളാഹുവിന് വേണ്ടിയായിരുന്നു, എന്റെ ബലികർമ്മങ്ങൾ അള്ളാഹുവിന് വേണ്ടിയായിരുന്നു, എന്റെ ജീവിതവും മരണവും അള്ളാഹുവിന് വേണ്ടിയായിരുന്നു. നീ ഇന്നുവരെ നിന്റെ റബ്ബിനെ കണ്ടിട്ടില്ല. അവൻ നിനക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകിയിട്ടുണ്ട്, എല്ലാം നൽകിയിട്ടുണ്ട്. ആയിരക്കണക്കിന് തവണ നീ അള്ളാഹുവിന് നന്ദി പറഞ്ഞിട്ടുണ്ട്, നീ അവനെ ഹംദ് പറഞ്ഞിട്ടുണ്ട്, നീ അവനെ പുകഴ്ത്തിയിട്ടുണ്ട്, അവനു വേണ്ടി വാദിച്ചിട്ടുണ്ട്, അവനു വേണ്ടി തർക്കിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ പേരിൽ നീ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്, പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. റബ്ബിനെ നീ കണ്ടിട്ടില്ല. സ്വർഗത്തിൽ പ്രവേശിച്ചു, നീ അള്ളാഹുവിനെ കണ്ടിട്ടില്ല. എന്നാൽ അവസാനമായി അവർക്ക് നൽകപ്പെടുന്ന ഏറ്റവും മനോഹരമായ, ഏറ്റവും സുന്ദരമായ, അവർക്ക് ലഭിക്കാനിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വലുത് അവരുടെ റബ്ബിനെ കാണാൻ സാധിക്കുക എന്നതാണ്. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഇന്നകും സതറൗന റബ്ബകും കമാ തറൗന അശ്ശംസ, ഇന്നകും സതറൗന റബ്ബകും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കാണുക തന്നെ ചെയ്യും. ലാ തുദാമൂന ഫീ റുഅയതിഹി, അല്ലാഹുവിനെ കാണുന്നതിൽ ഒരു പ്രയാസവും നിങ്ങൾക്കുണ്ടായിരിക്കുകയില്ല. കമാ തറൗന അൽ ഖമറ ലൈലത്തൽ ബദർ,
പൂർണ്ണ ചന്ദ്രനുള്ള ദിവസം, ചന്ദ്രനെ മേഘങ്ങളില്ലാത്ത ദിവസം എപ്രകാരം നിങ്ങൾ കാണുന്നുണ്ടോ അതുപോലെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കാണും. അള്ളാഹുവിനെ നമ്മൾ കാണും, റബ്ബിനെ നമ്മൾ കാണും. അതിനു മുൻപ് നമ്മുടെ റസൂലിനെ നമ്മൾ കാണും ഇൻഷാ അള്ളാഹ്. ഹൗലിന്റെ അരികിൽ വെച്ച് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ കാണും. അവിടുത്തെ കൈകളിൽ നിന്ന് വെള്ളം കോരി കുടിക്കും. ആ റസൂൽ മുഹമ്മദും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എല്ലാവരെക്കാളും വലുതാണ്. റസൂലുള്ള നമുക്ക് എല്ലാവരെക്കാളും പ്രിയങ്കരനാണ്. അവിടുത്തെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ആ റസൂലുള്ളയെ നമ്മൾ കാണും. അതിനുശേഷം അള്ളാഹുവിനെ കാണും. സുബ്ഹാനല്ലാഹ്, ഈ സ്വർഗമുണ്ട്. സഹോദര, എങ്ങനെയാണ് നിനക്ക് തിന്മകളിലേക്ക് പോകാൻ കഴിയുക? എങ്ങനെയാണ് നിനക്ക് നന്മകളിൽ മടി കാണിക്കാൻ കഴിയുക? എങ്ങനെയാണ് നിനക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് പിന്തി നിൽക്കാൻ കഴിയുക? എങ്ങനെയാണ് അള്ളാഹുവിന്റെ ദീൻ അതിനെ സംരക്ഷിക്കേണ്ട ഇടങ്ങളിൽ സംരക്ഷകനായി എഴുന്നേറ്റ് നിൽക്കാതിരിക്കാൻ നിനക്ക് സാധിക്കുക? എങ്ങനെയാണ് അള്ളാഹുവിന്റെ വിളി നിനക്ക് കേൾക്കാതിരിക്കാൻ കഴിയുന്നത്? കൂനു അൻസാർ അല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ സഹായികളാവുക. എങ്ങനെയാണ് അള്ളാഹുവിന്റെ ദീനിന്റെ പിൻഗാമികളായി മാറാതിരിക്കാൻ നമുക്ക് സാധിക്കുക? അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കാണുക എന്ന ഒരൊറ്റ നിഅമ, അത് മാത്രം മതിയായതാണ്. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ഒരു നിമിഷം അള്ളാഹുവിനെ ഒരു നോട്ടം കാണുക എന്നതിനു വേണ്ടി ഒരാൾ 1000 വർഷം പാറയുടെ മുകളിൽ സുജൂദിൽ കിടന്ന് അവന്റെ നെറ്റി ഉരക്കുക എന്നത് അവൻ ചെയ്യുന്നുണ്ട് എങ്കിൽ അവൻ ചെയ്യുന്നത് ഒട്ടും കുറവായിട്ടില്ല, ഒട്ടും കൂടുതലായിട്ടില്ല. 1000 വർഷം അവൻ പാറയുടെ മുകളിൽ നെറ്റി ഉരതുകയാണ് സുജൂദിൽ വീണ് കിടന്നുകൊണ്ട്. അതിനുള്ള പ്രതിഫലം ഒരു നിമിഷം അവൻ അള്ളാഹുവിനെ കാണാൻ കഴിയുമെന്നതാണ്. എങ്കിൽ ആ നേട്ടത്തിന് പകരമായി ഒരിക്കലും 1000 വർഷം അവൻ ചെയ്യുന്ന ആ ഇബാദത്ത് പകരമാവുകയില്ല. അത്രമാത്രം വലിയ നേട്ടമാണത്. അള്ളാഹു ജമീലാണ്, ഇന്നല്ലാഹ ജമീൽ, അള്ളാഹു ഏറ്റവും ഭംഗിയുള്ളവനാണ്. നീ ചിന്തിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച്? ദുനിയാവിൽ ഭംഗിയുള്ള എന്തൊരു കാര്യം നീ കാണുമ്പോഴും നീ ആലോചിക്കുക, ആരാണ് അതിനെ പടച്ചത്? അള്ളാഹുവാണ്. അവൻ അതിനേക്കാൾ ഭംഗിയുള്ളവനാണ്. ലോകത്ത് എന്തെല്ലാം ഭംഗിയുള്ളത് നാം കണ്ടിട്ടുണ്ട്, അതിനേക്കാൾ ഭംഗിയുള്ളവനാണ് നമ്മുടെ റബ്ബ്. ലോകത്ത് എത്ര കാരുണ്യമുള്ള ആളുകളെ നാം കണ്ടിട്ടുണ്ട്, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽപ്പെട്ടതാണത്. ലോകത്ത് എത്രമാത്രം വലിയ കാര്യങ്ങൾ നാം കണ്ടിട്ടുണ്ട്, അതിനെയെല്ലാം പടക്കുകയും അവയെല്ലാം ആകാശഭൂമികളെയെല്ലാം കൈക്കുള്ളിൽ ചുരുട്ടിപ്പിടിക്കുകയും ചെയ്യുന്നവനാണ് നമ്മുടെ റബ്ബ്. ആ റബ്ബിനെ നാളെ കാണാനുണ്ട്. അത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് നൽകേണ്ട മാറ്റം ചെറുതല്ല. അതുകൊണ്ട് സഹോദര, സ്വർഗത്തിൽ ഒരാൾക്ക് ലഭിക്കാനിരിക്കുന്ന ഏറ്റവും വലിയ നേട്ടങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് സ്വർഗത്തിൽ ലഭിക്കാനിരിക്കുന്ന അള്ളാഹുവിനെ കാണാൻ കഴിയുക എന്ന കാര്യം. ശരി, സ്വർഗത്തിൽ അത് കഴിഞ്ഞാൽ പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയും. അള്ളാഹു അവരെ കണ്ടു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കും, ഹൽ റദീതും, ഹൽ റദീതും. അള്ളാഹു സുബ്ഹാനഹു ഇതെല്ലാം നൽകിയതിനു ശേഷം അള്ളാഹു ചോദിക്കും, ഹൽ റദീതും, നിങ്ങൾക്ക് മതിയായോ? നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം കിട്ടിയോ എന്ന് അവരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. ഇതെല്ലാം നൽകിയതിനു ശേഷം സുബ്ഹാനല്ലാഹ്, നിനക്ക് അള്ളാഹു ഷക്കൂർ ആണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് എന്ന് ഇത് ആലോചിച്ചാൽ മനസ്സിലാകും. ഇന്നല്ലാഹ ഷക്കൂർ, ഷക്കൂറുൻ അലീം. അള്ളാഹു ഷക്കൂറാണ്, അങ്ങേയറ്റം നന്ദി കാണിക്കുന്നവനാണ്. അവനു വേണ്ടി ചെയ്ത ഒരു ചെറിയ പ്രവർത്തനം, അതിന് അവൻ നിശ്ചയിച്ച പ്രതിഫലമാണിത്. അതെല്ലാം നൽകിയതിനു ശേഷം അള്ളാഹുവിന്റെ ചോദ്യമാണ്, ഹൽ റദീതും, നിങ്ങൾക്ക് മതിയായോ? നിങ്ങൾക്ക് തൃപ്തിയുള്ളത് ലഭിച്ചോ എന്ന് അള്ളാഹു അവരോട് ചോദിക്കും. ഫയഖൂലൂന, അപ്പോൾ അവർ പറയും, മാ ലനാ ലാ നർദാ, ഞങ്ങൾ എന്തിനാണ് തൃപ്തിപ്പെടാതിരിക്കുന്നത്? വഖദ് അഅതൈതനാ മാ ലം തുഅതി അഹദൻ മിൻ ഖൽഖിക്, നിന്റെ സൃഷ്ടികളിൽ ഒരാൾക്കും നൽകാത്തത് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയും, അന ഉഅതീകും അഫ്ളല മിൻ ദാലിക്, അതിനേക്കാൾ നല്ലത് ഞാൻ നിങ്ങൾക്ക് നൽകാം. ഇനിയും നിങ്ങൾക്ക് എന്റെ അടുക്കലുണ്ട്, ഇനിയും ഞാൻ നിങ്ങൾക്ക് നല്ലത് നൽകാം. എന്തിനു പകരമാണിത്? 60 വർഷത്തെ ജീവിതത്തിന് പകരം, 50 വർഷത്തെ ജീവിതത്തിന് പകരം അല്ല. റസൂലുള്ളാഹിയുടെ ചില ഹദീസുകളിൽ വന്നതുപോലെ ഒരാൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു. ഉടനെ അയാൾ ഒട്ടകത്തിന്റെ മേലെ കയറി അതിന്റെ മേലെ നിന്ന് താഴോട്ട് വീണ് അയാൾ മരിച്ചു. 1 മണിക്കൂർ നേരത്തേക്കുള്ള അയാളുടെ പ്രവർത്തനത്തിന്റെ പ്രതിഫലമാണിത്.
ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിൽ ഉറച്ചു നിന്നതിന്റെ പ്രതിഫലമാണിത്. അന ഉഅതീകും അഫ്ളല മിൻ ദാലിക്, ഞാൻ നിങ്ങൾക്ക് ഇതിനേക്കാൾ ശ്രേഷ്ഠതയുള്ളത് നൽകാം. ഖാലൂ യാ റബ്ബി വഅയ്യു ഷൈഇൻ അഫ്ളലു മിൻ ദാലിക്, ഇനി ഇതിനേക്കാൾ ശ്രേഷ്ഠമായത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഉഹില്ലു അലൈക്കും റിദ്വാനി, ഞാനിതാ നിങ്ങൾക്ക് എന്റെ തൃപ്തി നൽകിയിരിക്കുന്നു, ഞാൻ നിങ്ങളെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഫലാ അസ്ഖതു അലൈക്കും ബഅദഹു അബദാ, ഇനി ഒരിക്കലും ഞാൻ നിങ്ങളോട് ദേഷ്യപ്പെടുകയില്ല, ഇനി ഒരിക്കലും എനിക്ക് നിങ്ങളോട് ദേഷ്യം ഉണ്ടാവുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയും. സുബ്ഹാനല്ലാഹ്, സ്വർഗവാസികളോട് അല്ലാഹു സംസാരിക്കും. അല്ലാഹുവിനെ അവർ നോക്കിക്കാണും. എത്ര വർഷങ്ങൾ നോക്കി നിന്നാലാണ് അവർക്ക് മതിയാവുക? എത്ര കാലം നോക്കി നിന്നാലാണ് അവർക്ക് അല്ലാഹുവിനെ നോക്കി നിന്നാൽ അത് മതിയാവുക? ഏത് നിഅമത്തുകളാണ് അവർക്ക് അല്ലാഹുവിന് പകരമായി അവർക്ക് ലഭിക്കാനുള്ളത്? സഹോദര, അതുകൊണ്ട് നിന്റെ ഹൃദയത്തെ നീ ശുദ്ധിയുള്ളതാക്കുക, നിന്റെ കണ്ണുകളെ നീ കൃത്യതയുള്ളതാക്കുക. കല്ലാ ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ, അല്ല, ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ, അന്നേ ദിവസം അവർക്ക് അവരുടെ റബ്ബിനെ കാണുക എന്നതിൽ നിന്ന് മറയിടപ്പെടും. എന്തുകൊണ്ടാണ്? കല്ലാ ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ, അതിന് കാരണമായി അല്ലാഹു പറഞ്ഞത് അവരുടെ ഹൃദയങ്ങൾക്കുമീതെ തിന്മകൾ മറകെട്ടി എന്നതാണ്. ഹറാമുകൾ അവരുടെ ഖൽബുകൾക്കും മീതെ മറകെട്ടി എന്നതാണ്. ബലറാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അവരുടെ ഹൃദയത്തിനു മീതെ മറകെട്ടിയിരിക്കുന്നു. അവർക്ക് കാണാൻ കഴിയുന്നില്ല, അള്ളാഹുവിനെ കാണാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് സഹോദര, തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക, കണ്ണുകളെ ശുദ്ധീകരിക്കുക, ചെവികളെ ശുദ്ധീകരിക്കുക. നിന്റെ കണ്ണ് അള്ളാഹുവിനെ കാണാനുള്ള കണ്ണാണ്, നിന്റെ ചെവി അള്ളാഹുവിന്റെ ശബ്ദം കേൾക്കാനുള്ള ചെവിയാണ്, നിന്റെ ശരീരം അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കാനുള്ള ശരീരമാണ്. അതിനുവേണ്ടി നീ അതിനെ തയ്യാറാക്കി വെക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ സ്വർഗപ്രവേശനം ലഭിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുനാദി മുനാദിൻ, ഒരാൾ വിളിച്ചു പറയും, ഇന്നലക്കും അൻ തസിഹു ഫലാ തസ്ഖമു അബദാ, ഇനി നിങ്ങൾ എപ്പോഴും ആരോഗ്യമുള്ളവരായിരിക്കും, ഇനി നിങ്ങൾക്കൊരിക്കലും അസുഖമുണ്ടാവുകയില്ല. ഇന്നലക്കും അൻ തഹ്യൗ ഫലാ തമൂതൂന അബദാ, നിങ്ങൾ ഇനി എന്നും ജീവിക്കുന്നവരായിരിക്കും, ഒരിക്കലും നിങ്ങൾ മരിക്കുകയില്ല. വ ഇന്നലക്കും അൻ തശിബ്ബു ഫലാ തഹറമു അബദാ, നിങ്ങൾ ചിലപ്പോൾ നരച്ചേക്കാം, പക്ഷേ നിങ്ങൾ ഒരിക്കലും അവിടെ വാർദ്ധക്യമുള്ളവരാവുകയില്ല. വ ഇന്നലക്കും അൻ തൻഅമു ഫലാ തബ്അസു അബദാ, നിങ്ങൾക്ക് ഇനി ഇവിടെ സുഖങ്ങൾ അനുഭവിക്കാം, ഒരു പ്രയാസവും നിങ്ങൾക്ക് ഇനി അനുഭവിക്കേണ്ടി വരില്ല, ഒരു പ്രയാസവും, ഒരു ചെറിയ ബുദ്ധിമുട്ട് പോലും. എന്നാൽ ഇതിന്റെ നേർവിപരീതമാണ് നരകം, സ്വർഗത്തിന്റെ നേർവിപരീതമാണ്. സ്വർഗം നിഅമത്തുകളിലും റഹ്മത്തിലും എത്ര മുകളിലാണോ അത്രമാത്രം വിപരീത ദിശയിലാണ് നരകത്തിന്റെ അവസ്ഥ. അവിടെ യാതൊരു കാരുണ്യവുമില്ല, കാരുണ്യത്തിന്റെ ഒരു കണിക പോലുമില്ല. ഏറ്റവും കടുത്ത ശിക്ഷകൾ മാത്രമാണ് അവിടെയുള്ളത്. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് നൽകിയാൽ അടുത്ത ദർസിൽ നമുക്കത് വിശദീകരിക്കാം. അടുത്ത ഞായറാഴ്ച ഇൻഷാ അല്ലാഹ് നരകവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാമേവരെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും നമ്മുടെ അമലുകൾ സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.